الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നഷ്ടമാകുന്ന 3 കാര്യങ്ങളുണ്ട്. വളരെ ഗൗരവത്തിൽ പരിഗണിക്കുകയും ചിന്തിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടുന്ന അനിവാര്യമായ ഒരു വിശ്വാസിയുടെ ജീവിതക്രമത്തെയാണ് അത് ബാധിക്കുന്നത് എന്ന് നമ്മൾ അറിയുക. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നഷ്ടമാകുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ച് തിരുത്താൻ മറന്നുപോകുന്നു എന്നതാണ്. രണ്ടാമതായി, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ആ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന, തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് വേണ്ടത്. എന്നാൽ തൃപ്തിപ്പെടാത്ത ഒരു മനസ്സ് അവന് ഉണ്ടാകുന്നു എന്നതാണ്. മൂന്നാമത്, ജീവിത വിജയത്തിന്റെ ആണിക്കല്ലായ ആരാധനാ കാര്യങ്ങൾ, അതിലേക്ക് അലസത കടന്നു വരുന്നു എന്നതാണ്. സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ച് തിരുത്താൻ മറക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്ത ഒരു മനസ്സുണ്ടാവുക, ആരാധനകളിൽ അലസത വരിക. ഇത് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നഷ്ടമാകുന്ന 3 കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, ഈ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ വളരെ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ദഖാഖ് റഹ്മഹുല്ലാഹ് ഇതിനൊരു പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട്. മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത്, ആരാണോ തന്റെ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നത്, അക്രിം ബിസലാസത്തി അഷ്യാ, 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെടും എന്ന്.
മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു 3 അനുഗ്രഹങ്ങൾ നൽകും. അതിൽ ഒന്ന് തഅജീലി അത്തൗബ. തന്റെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള ഒരു മനസ്സ്. രണ്ടാമത് മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന അനുഗ്രഹം വഖനാഅത്തുൽ ഖൽബ്, ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നതാണ്. അതേപോലെ ധാരാളമായി തന്റെ അവസാനത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ചിന്തിക്കുന്ന മനുഷ്യൻ അള്ളാഹു നൽകുന്ന മൂന്നാമത്തെ അനുഗ്രഹം തന്റെ ഇബാദത്തുകളിൽ ഉന്മേഷത്തോടുകൂടി നിർവഹിക്കുക എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വമൻ നസിയൽ മൗത്ത്, അവൻ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തവനാണ്, അത് മറന്നുപോയവനാണ് എങ്കിൽ ഊഖിബ ബിസലാസത്തി അഷ്യാ, 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടും ദുനിയാവിൽ വെച്ച്. എന്നിട്ട് അദ്ദേഹം എഴുതി തസ്വീഫു അത്തൗബ, ജീവിതത്തിൽ തൗബ ഒഴിവാകും. തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടാവില്ല, അതിന്റെ അനന്തരഫലത്തെക്കുറിച്ചും ചിന്തിക്കൂല. അവൻ അങ്ങനെ തൗബ ചെയ്യാതെ മുന്നോട്ട് പോകും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനസ്സ് തന്നെ അവനുണ്ടാവില്ല, അത് നഷ്ടപ്പെടും. ഇബാദത്തിൽ വല്ലാത്ത അലസനായി മാറുകയും ചെയ്യും. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈ ഒരു പരാമർശം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. തിരക്ക് പിടിച്ചു പോയിട്ടുണ്ട് നമ്മുടെ ജീവിതം. എപ്പോഴാണ് തിരക്ക് വല്ലാതെ നമ്മെ പിടികൂടിയത്? നമ്മുടെ മനസ്സിൽ ഈ ഭൗതിക ലോകത്തിന്റെ അളവ് വർദ്ധിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇതിനോടുള്ള താല്പര്യം വർദ്ധിച്ചപ്പോഴാണ് ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കടന്നുപോയത്. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ മരണചിന്ത നമ്മുടെ മനസ്സിൽ വർദ്ധിക്കുമ്പോ ദക്കാഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ തന്റെ ജീവിതത്തിൽ നാളെയുടെ വിചാരണ ശ്രദ്ധയോടുകൂടി അവൻ ഓർക്കുകയും തെറ്റായല്ലോ എന്ന് ചിന്തിച്ച് ഉടനെ അതിൽ നിന്ന് മടങ്ങുകയും ചെയ്യും. നാളെ മരണാനന്തരം എനിക്ക് ഒരു സ്വർഗമുണ്ടെന്ന് ബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് ഹറാമിൽപ്പെടാതെ ജീവിക്കുവാനുള്ള ഒരു വിഭവം മാത്രമായി അവന്റെ മനസ്സ് മാറും. ഈ ദുനിയാവിൽ നിന്ന് ഏത് സെക്കൻഡും ഞാൻ വിടവാങ്ങുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ഓരോ വക്ത് നമസ്കാരവും ശ്രദ്ധയോടുകൂടി ഉന്മേഷത്തോടുകൂടി നിർവഹിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരായി മാറാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ നേരെ തിരിച്ചൊരു ചിന്ത സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തെന്നറിയോ? മരണചിന്തയും അതിന്റെ അടിസ്ഥാനത്തിൽ മതചിട്ടയും പാലിക്കുന്നവരെ കണ്ടാൽ മതപൊട്ടന്മാരാണ് അവർ എന്ന് വിളിച്ച് പരിഹസിക്കാൻ. ആ ഒരു പരിഹാസത്തിന്റെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുമ്പോ ഞാൻ എന്തേ കുറച്ച് ഭൗതികമായി ചിന്തിച്ചാൽ എന്ന് ഖുർആനും പരലോകമൊക്കെ മനസ്സിൽ തോന്നിയോനും ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഭൗതിക ലോകത്തിന്റെ എല്ലാ അലങ്കാരങ്ങളും അല്ല, അതിന്റെ കുറെ നിറങ്ങൾ, അതെനിക്ക് വലിയ കൗതുകമാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. വിശ്വാസികളെ, ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നോക്കൂ, ആരാ പൊട്ടന്മാര്, ആരാ വിഡ്ഢികൾ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ അന്നഹു ഖാല കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ ആയിരുന്ന ഒരു സമയത്ത് ഫജാഅഹു റജുലുൻ മിനൽ അൻസ്വാർ, അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫസല്ലമ അല അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പ്രവാചകനോട് സലാം പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? നമ്മളോട് ചോദിക്കാ ചോദ്യം, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ശ്രേഷ്ഠൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നന്നായി പെരുമാറാൻ കഴിയുന്നവൻ, ദീനോടുകൂടി ജീവിക്കുക, അതോടൊപ്പം ചുറ്റുപാടുമുള്ള മനുഷ്യരോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറുക, അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരോട് ഏറ്റവും മാന്യമായി പെരുമാറുക.
അദ്ദേഹം ചോദ്യം നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠ താങ്കൾ പറഞ്ഞു, എങ്കിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനാരാണ്? പൊട്ടനല്ല, ജാഹിലല്ല, ഏറ്റവും നല്ല ബുദ്ധിമാനാരാണ്? റസൂലുള്ളാഹി പറഞ്ഞെന്താണെന്നറിയോ? ഇബാദത്തിൽ ഇങ്ങനെ മുഴുകി പള്ളിയിൽ തന്നെ ഇരിക്കണോനാണെന്ന് പറഞ്ഞോ? ഇല്ല. അക്സറുഹും ലിൽ മൗത്ത് ദിക്റാ, തന്റെ മരണത്തെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഓർക്കും അവന്റെ മരണം, ഈ ദുനിയാവെന്ന് മടങ്ങണിനെ കുറിച്ചാണ് അവന്റെ ചിന്ത. എന്നിട്ടോ വളരെ താല്പര്യത്തോടു കൂടി ശ്രദ്ധയോടു കൂടി ഒരു സെക്കൻഡും പാഴാക്കാതെ തന്റെ ജീവിതത്തെ ആ മരണശേഷമുള്ളതിനു വേണ്ടി പരിശ്രമിക്കുന്നവൻ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയുള്ള ആളുകൾ ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് ഈ മരണ ചിന്തയുള്ളവൻ ബുദ്ധിമാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മരണം ഉറപ്പാണ് സുഹൃത്തുക്കളെ. ജീവിതത്തിനാണ് ഉറപ്പില്ലാത്തത്. എപ്പോഴാ മരിക്കുക വല്ല പിടുത്തമുണ്ടോ? ഏത് സെക്കൻഡിലും ഈ ദുനിയാവെന്ന് പോകാം. വളരെ സന്തോഷത്തോടു കൂടി നമ്മളെല്ലാരും റോഡ് കറങ്ങുമ്പോഴായിരിക്കും ഒരു വണ്ടി വന്ന് ഇടിച്ച് നമ്മൾ ഈ ദുനിയാവെന്ന് പോവാം. ആ സെക്കൻഡ് വരെ സന്തോഷത്തിലാണ്. രാവിലെ കുളിച്ചു മാറ്റി വണ്ടി കയറുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോലും കഴിയാത്തവർ തളർന്ന് കുഴഞ്ഞു വീണ് വീട്ടുകാർ പോലും കാണാതെ കാർ ഷെഡ് കിടക്കണേ, കാറ് കടന്ന് മരിച്ച എത്ര അനുഭവമുണ്ട്. ഇതിനർത്ഥം എന്താ പറയുക? മരണം ഉറപ്പാ, ജീവിതത്തിനാണ് ഒരു ഉറപ്പില്ലാത്തത്. ഇത് മനുഷ്യർക്ക് മനസ്സിലാകും, ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാവും. അതുകൊണ്ടാണ് മരണചിന്തയുള്ളവൻ ബുദ്ധിമാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയാം, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തുൻ, മനുഷ്യരെ നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും, ഒരു സംശയം വേണ്ട. അതിനെ തടുക്കാൻ നിങ്ങൾക്ക് പറ്റണം, എങ്കിലേ മരണശേഷം ഒരു ജീവിതം ഇല്ലാന്ന് പറയാൻ പറ്റുള്ളൂ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. ഇനി ഈ ദുനിയാവെന്ന് മരിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളല്ലേ നമ്മൾ നടത്താറുള്ളത്? അല്ലേ? പെട്ടെന്ന് അസുഖം വന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നല്ല. എത്ര വലിയ ചികിത്സകൾ ലഭിച്ചാലും അടുത്ത സ്റ്റെപ്പ് എന്താ? മരിക്കാൻ തന്നെയാണ്. എത്ര രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും അന്ന് മരിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത വർഷം അവൻ മരണത്തിലേക്ക് തന്നെയാണ് അവൻ അവസാനിക്കുക. ഒരിക്കലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് മരിക്കണതിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുക? ബുദ്ധിയുടെ ലക്ഷണമാണ്. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനോട് പറഞ്ഞില്ലേ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖികും, നിങ്ങൾ ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ ജീവിതത്തിൽ വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന മരണം ഉണ്ടല്ലോ, തഫിറൂന മിൻഹു, നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ എന്നല്ല പറഞ്ഞത്. ഹേയ്, ആർക്കും ഇഷ്ടമല്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖികും, നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങളെക്കാൾ പ്രായം കൂടിയവർ, പ്രായം കുറഞ്ഞവർ, ജനിക്കുന്നതിന് മുമ്പേ ഗർഭപാത്രത്തിൽ മരിച്ചുപോയവർ ഇല്ലേ സുഹൃത്തുക്കളെ? മരണം അങ്ങനെയാണ്, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒന്നുകൂടി പറഞ്ഞു, കുല്ലൻ യൻഫഅകുമുൽ ഫിറാറു വഇൻ ഫറർതും മിനൽ മൗത്ത് ഔൽ ഖത്ൽ, മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ ഓടി ഒളിക്കുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് ഒരു പ്രയോജനം ലഭിക്കൂലാന്ന്. രക്ഷപ്പെടാൻ വേണ്ടി ഓടി നോക്ക്, മരിക്കൂലാൻ തീരുമാനിച്ചു നോക്ക്, ഒരു രക്ഷയില്ല. അതിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റില്ല. പിന്നെ എന്തേ പറ്റുള്ളൂ? അത് ഉൾക്കൊള്ള, ഞാൻ മരിക്കും. അതാണ് ബുദ്ധി. അത് ഉൾക്കൊണ്ട പിന്നെന്താ? ആ മരണത്തിന് ശേഷം പിന്നെന്താ? രാവ് വന്നു പകല് വരും, പകല് വന്നു രാവ് വരും, അല്ലേ? എങ്കിൽ മരണം, ജനിച്ചു എങ്കിൽ മരിക്കും. മരണത്തിന് ശേഷം, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നമ്മൾ ഉൾക്കൊണ്ടാൽ ജീവിതം മാറും. നോക്കൂ നിങ്ങൾ, ഇനി ഒരു മരണം നേരത്തെ വരോ? ഇല്ല. വൈകി വരോ? ഇല്ല. അതിന് അല്ലാഹ് നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയത്ത് വരും, ആ സമയത്ത് വരും. വലികുല്ലി ഉമ്മത്തിൻ അജൽ, ഓരോ സമുദായത്തിനും അല്ലാഹു അജൽ വെച്ചിട്ടുണ്ട്. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ആ സമയം വന്നെത്തിയാൽ ഒരു നാഴിക പോലും, ഒരു സെക്കൻഡ് പോലും അത് വൈകിക്കുകയോ ഒരു സെക്കൻഡ് പോലും അത് നേരത്തെ ആകുകയുണ്ടാവില്ല. തപ്പാണ് സംഭവിക്കും.
എവിടെ പോയി ഒളിച്ചിട്ടും കാര്യമില്ല, അത് സംഭവിക്കും. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യദ, നിങ്ങൾ ഭദ്രമായി കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിലിരുന്നാലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. ഒന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് മരിക്കാൻ വെച്ച സ്ഥലത്തേക്ക് നീ ഒരു ആവശ്യക്കാരനായിട്ടാണ് പോകുന്നത്. അതാണ് മരണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർളിൻ, ഒരു നാട്ടിൽ വെച്ചാണ് അവന്റെ മരണം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ജഅല ലഹു ഇലൈഹ ഹാജ, ആ നാട്ടിലേക്ക് പോകാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും, ഒരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അവിടെ കൊണ്ടിട്ട് മരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മരണത്തെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഈ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അപ്പൊ ഓർമ്മ വരും. മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ അടുത്ത സ്റ്റെപ്പ് ഓർമ്മ വരുള്ളൂ, അല്ലേ? ബ്ലഡിന്റെ റിസൾട്ട് വന്നാലല്ലേ ഈ ചികിത്സിക്കണെ കുറിച്ച് ചിന്തിക്കാം. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ചികിത്സിക്കാൻ സമയം കിട്ടില്ല. മരണം വന്ന അതോടുകൂടി അനുഭവങ്ങളുടെ ലോകത്തേക്ക് പോകും, അല്ലെ? ഈ പരലോകവും ഖുർആനൊക്കെ പറയുമ്പോ കുറെ പല്ലിളിച്ച് കാണിക്കണ കുറെ മനുഷ്യന്മാരില്ലേ, മതം നിഷേധിക്കുന്നവർ, അല്ലെ? നമ്മളെ കുത്തി കുത്തി പറയുന്ന ആളുകളില്ലേ? അവരോട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യത്തിന്, അള്ളാന്റെ ഒരു ചോദ്യത്തിന് വായടപ്പം മറുപടി പറയാൻ അവർക്ക് പറ്റും. അള്ളാഹ് വായടപ്പൻ മറുപടിയാ പറയും. അങ്ങനെ പറയാൻ പറ്റും. എന്താ അള്ളാഹ് ചോദിച്ചതെന്ന് അറിയോ? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അള്ളാഹ് പറയാണ്, എന്തുകൊണ്ടാ മനുഷ്യരെ നിങ്ങളുടെ തൊണ്ടക്കുഴിയിലേക്ക് നിങ്ങൾ റൂഹെത്തുന്ന സമയത്ത് അതിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് പറ്റാതെ പോയത്? മരണം ആസന്നമായപ്പോ പ്രിയപ്പെട്ടവർ മരിക്കുന്നത് ഇങ്ങനെ കാണാം, അല്ലേ? ആശുപത്രിക്കാർ ഡോക്ടർമാർ കൈയൊഴിഞ്ഞിരിക്കുക. എന്തേ ആ റൂഹ വരുമ്പോ അതിനെ നിങ്ങളുടെ ശരീരത്തിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്? ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ, കേൾക്കണം കേട്ടോ, അള്ളാഹ് ചോദിക്കുക, നിങ്ങൾക്ക് എന്റെ നിയമം ഒന്നും ബാധകമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ജീവൻ മടക്കിയെടുക്കാനായില്ല? എന്തേ നിങ്ങൾ വലിയ ദൈവനിഷേധികളാണല്ലോ, എന്നിട്ട് എന്തേ ആ റൂഹ് അങ്ങനെ പറന്നു പോകുമ്പോ അതിന് തിരിച്ചു പിടിച്ച ആ ശരീരത്തിന് റൂഹ് കൊടുക്കാൻ പറ്റില്ല? ഇനി ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. എത്ര സുന്ദരമായ ചോദ്യം സഹോദരങ്ങളെ! ഈ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം. അതുകൊണ്ട് മരണം ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന് മുൻപിൽ നമ്മുടെ ജീവിതത്തെ കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ് വെച്ചു കൊടുത്താൽ ഭൗതിക ലോകത്തുണ്ടാകുന്ന ഏതൊരു പുരോഗതിയും നമ്മൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പടച്ചോനെ നീ എനിക്ക് തന്നല്ലോ അൽഹംദുലില്ലാഹ് വിനയത്തോടുകൂടി സുജൂദ് ചെയ്യുന്നൊരു അവസ്ഥ നമുക്കുണ്ടാകും. നമ്മൾ അഹങ്കാരികളാകുന്നുണ്ടോ? ചിന്തിക്കേണ്ടതാണ്. ഈ ദുനിയാവിൽ കുറച്ചൊക്കെ സുഖം കിട്ടിയ ആൾക്കാരാണ് നമ്മുടെ ജീവിതത്തിലെ ഇബാദത്തിന്റെ കാര്യത്തിൽ നിഷ്ഠുണ്ടോ? ചിന്തിക്കുക. ഇന്ന് സുബ്ഹ് ജമാഅത്ത് ഇന്ന് മിസ്സായ ആൾക്കാരില്ലേ നമ്മുടെ കൂട്ടത്തിൽ, അല്ലെ? ഇന്നലെ മിസ്സായില്ലേ? പരിശുദ്ധ റമളാൻ സമാഗതമാകാൻ പോകുന്ന സഹോദരങ്ങളെ, ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കും. ഇന്നൊരു പേജ് ഖുർആൻ ഓതാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. സൂറത്തുൽ കഹ്ഫ് ഇന്ന് ഓതാത്തവരാണ് നമ്മൾ. എന്താ പ്രശ്നം? തിരക്ക. അതുകൊണ്ടത് ഓർമ്മപ്പെടുത്തുന്നേ, നമ്മൾ വല്ലാതെ തിരക്കായി പോണേ സഹോദരങ്ങളെ. അള്ളാന്റെ റസൂല് പറയാ, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറയാ, ഇസ്തക്സിറൂ ദക്റ ഹാദിമൽ ലദ്ദാത്ത്. ഈ ദുനിയാവിലെ ചെറിയ ചെറിയ സുഖങ്ങളില്ലേ, അതൊക്കെ മുറിച്ചു കളയും. ഭാര്യ, ഭർത്താവ്, മക്കൾ, കച്ചവടം, സ്വത്ത്, വാഹനം, ഇതെല്ലാം മുറിച്ചു കളയും. ആ മുറിച്ചു കളയുന്ന ആ മരണം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. അള്ളാഹ് പറയാ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കൊടുത്ത് പ്രവാചകൻ പറയാ, തന്റെ മരണത്തെക്കുറിച്ച് സദാസമയം ഓർത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അവന്റെ പ്രയാസങ്ങളിൽ അള്ളാഹു വിശാലത നൽകും. ഏതാണ് ഏറ്റവും വലിയ പ്രയാസം? മരണം തന്നെയാണ് ഏറ്റവും വലിയ പ്രയാസം. അപ്പൊ എല്ലാരും സങ്കടപ്പെടും. മരിക്കാനായിട്ടില്ലല്ലോ, ചെറുപ്പക്കാരനല്ലേ, ഇപ്പണ് നേരായിട്ടുള്ളൂ, ഇപ്പൊ ഇങ്ങോട്ട് സ്വത്തുണ്ടായിട്ടുള്ളൂ, സൗകര്യം ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല കാര്യം, അല്ലേ? എന്നാൽ അതിനേക്കാൾ വലിയ സൗകര്യത്തിലേക്കുള്ള യാത്രയാണെങ്കിലോ, അതിനേക്കാൾ സുന്ദരമായ ഒരു യാത്രയാണെങ്കിലോ,
അതാ അല്ലാഹു പറഞ്ഞത്, ഈ ദുനിയാവിൽ തന്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മരണമില്ലാത്ത ലോകത്തേക്കുള്ള യാത്ര അള്ളാഹുവിന് വിശാലമാക്കി കൊടുക്കും. ഇതൻ മറന്നാലോ അവന്റെ സൗഭാഗ്യങ്ങളിൽ ഇടപെട്ട് അവന്റെ ദുനിയാവിലണ്ട് രമിച്ച് അവനെ മറന്നാൽ ഓന് ഞാൻ കുടുസാക്കി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ, എന്താ വിജയിക്കാൻ മാർഗം എന്നാണ് എല്ലാവരും ചോദിക്കുക. എങ്ങനെ ദീനിയായിട്ടൊന്ന് ജീവിക്കാൻ പറ്റണില്ലല്ലോ എന്ന് ചോദിക്കുക. വിശ്വാസികളെ, അല്ലാഹു പറയണം, ഒരേ ഒരു മാർഗേ ഉള്ളൂ. നീ ദുനിയാവുക്ക് വന്നത് സത്യാണോ? ആണ്. നീ ജനിച്ചത് സത്യാണോ? ആണ്. ഈ പ്രപഞ്ചത്തിൽ നീ ജീവിക്കുന്നത് സത്യമാണോ? ആണ്. നിന്റെ കൂടല്ലോലൊക്കെ മരിച്ചില്ലേ? അതും സത്യം. മരിച്ചില്ലേ? മരിച്ചു. നീയോ? ഞാനും മരിക്കും. ആ ഒരു ബോധത്തിലേക്ക് വന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ സമയം അള്ളാഹുവിന് നൽകാൻ നമുക്കുണ്ടാകും. ചിട്ടയുണ്ടാകും, ഇബാദത്തിൽ നിഷ്ഠയുണ്ടാകും, എല്ലാ കാര്യത്തിലും ഒരു ചിട്ടയും വ്യവസ്ഥയും ഉണ്ടാകും. എവിടെയെങ്കിലും നമുക്ക് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണില്ല എന്നാണ് അർത്ഥം. അള്ളാഹു ജീവിതത്തെ യഥാർത്ഥ രൂപത്തിൽ നോക്കിക്കാണുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിത വിജയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിക്ക് നൽകിയിട്ടുള്ളത്. അതിന് തന്റെ ജീവിതത്തിന്റെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനായി മാറുക എന്നതാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങളിൽ വെച്ച് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഇപ്രകാരം: പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാപം. ഇമാം സുഫ്യാൻ സൗരി റഹ്മഹുല്ലാഹ് പറഞ്ഞു, അൽ ബിദ്അ, മതത്തിൽ പുതുതായി ചില കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അഹബ്ബു ഇലാ ഇബ്ലീസ്, ഇബ്ലീസിന് ഏറ്റവും പ്രിയപ്പെട്ടത് മിനൽ മഅസിയ, അവൻ ചെയ്യുന്ന പാപങ്ങളിൽ. കാരണം എന്തെന്നറിയോ? അൽ മഅസിയത്തു യുതാബു മിൻഹ, ഒരു മനുഷ്യന് തെറ്റ് പറ്റിയാൽ, ഹറാമ് സംഭവിച്ചാൽ അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങും. പക്ഷെ വൽ ബിദ്അ, ഒരാൾ ബിദ്അത്ത് ചെയ്താൽ ലാ യുതാബു മിൻഹ, അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങൂല. കാരണം ബിദ്അത്ത് നല്ലതല്ലേ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. മതപരമായ കാര്യത്തിൽ അള്ളാഹുവോ അവന്റെ പ്രവാചകനോ പഠിപ്പിക്കാത്തത് ആരോ പറഞ്ഞു കേട്ടത്, അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞു വെച്ചത്, ആരൊക്കെയോ എഴുതി വെച്ചത്, ഖുർആനിനോ സുന്നത്തിനോ പ്രവാചകന്റെ കാലത്ത് ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ദീനിന്റെ പേരിൽ വലിയ പോരിശയോടുകൂടി ചെയ്യുമ്പോ ആ മനുഷ്യൻ ഒരിക്കലും അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ലാ യുതാബു അലൈഹി, ലാ യുതാബു മിൻഹ, അതിൽ നിന്നും തെറ്റ് തൗബ ചെയ്ത് മടങ്ങൂല. എന്നാൽ ഹറാമായ ഒരു കാര്യം ചെയ്താൽ, അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ ഒന്ന് വ്യഭിചരിച്ചാൽ, തോന്നിവാസം ചെയ്താൽ, സംഭവിച്ചല്ലോ, അവൻ പശ്ചാത്തപിച്ച് മടങ്ങും. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ബിദ്അത്ത്, അതാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. എന്താണ് ബിദ്അത്ത്? നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഹൽ നുനബ്ബിഉകും ബിൽ അഹ്സരീന അഅമാല, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന്. ഇവിടെ ദീനിയായ ഒരു കാര്യം ശരിയാവണ്ണം അള്ളയും അള്ളാന്റെ റസൂലും പഠിപ്പിക്കാത്ത രീതിയിൽ അവൻ എത്ര അധ്വാനിച്ചാലും അള്ളാഹു സ്വീകരിക്കുകയില്ല. الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا, തങ്ങളുടെ ഐഹിക ജീവിതത്തിലെ പരിശ്രമങ്ങൾ പിഴച്ചു പോയവരത്രേ അവർ. പരിശ്രമം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പിഴച്ചു പോയി. എന്താണ് അവരുടെ പ്രശ്നം? അവർ വിചാരിച്ചതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാൻ. അത് നേർമാർഗത്തിന് നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ ഒരു കൂലിയും കിട്ടൂല. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ,
എല്ലാ വഴികേടും നരകത്തിലേക്കാണ് എത്തിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞു എന്തിനാണ് സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ആഘോഷിക്കാനിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ നബിദിനം എന്ന് പറയുന്നത്. ആ നബിദിനം എന്നുള്ളതിന് യാതൊരു പ്രാമാണികമായ അടിത്തറയും ഇല്ല. അത് പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പഠിപ്പിക്കാത്ത സ്നേഹത്തിന്റെ പേരിൽ ജീവിക്കലാണ്. അത് ചെയ്യുന്ന മനുഷ്യന്മാരൊക്കെ മനസ്സിലെന്താ, ഞങ്ങളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്, ഇതിന് നാളെ പരലോകത്ത് കൂലി കിട്ടും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിരുത്തി പഠിക്കേണ്ട വിഷയമാണ് എന്താണ് ബിദ്അത്ത്, ഏതൊക്കെ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇസ്ലാമിൽ പുതുതായി കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ പഠിക്കണം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ സഹോദരങ്ങളെ, ഈ നബിദിനവുമായി ബന്ധപ്പെട്ട ഈ വിശദമായൊരു പഠനം നാളെ ഒരു സംവാദമായി ചെറുവാടിയിൽ നടക്കണം. എന്താണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹം, എന്താണ് നാട്ടിൽ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളെല്ലാവരും കേൾക്കുക. കുടുംബസമേതം അതിന്റെ ഓൺലൈനിലാണെങ്കിൽ അങ്ങനെ നമ്മൾ കേൾക്കുക, പഠിക്കുക. എന്തിനാണെന്നറിയോ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാലം ഇവിടെ ഉള്ളൂ. അത് ആരോടും തർക്കിക്കാനോ വാദിച്ച് ജയിക്കാനോ മാത്രമൊന്നും അതില്ല. ഞാനും നിങ്ങളും കുടുംബസമേതം ഒരു പെരക്ക് വാതിലടച്ച് കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതൊരു സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടിയാണ്. എന്റെ ഭാര്യ, എന്റെ മക്കളും ഞാനൊക്കെ പടച്ചോനെ സുഖമായിട്ട് ജീവിക്കണമെന്ന്. അതെ, ആ ഒരു സുഖം ഈ ദുനിയാവിൽ അല്പകാലം പോരല്ലോ. നമ്മളൊക്കെ മരിച്ച് മണ്ണിക്കാണ് വെച്ച് തിരിച്ചൊരു വരവുണ്ട്. അവിടെ അള്ളാന്റെ റസൂലും പഠിപ്പിച്ചതേ ദീനിലുണ്ടാവും. അത് സ്വീകരിച്ചവനെ സ്വർഗമുള്ളൂ. അത് സ്വീകരിച്ചവന്റെ അമലുകൾക്ക് കനം തോന്നൂ. ഹറാമു കൊണ്ടും ബിദ്അത്ത് കൊണ്ടും അമലുകളെ മലീനസമാക്കിയവന്റെ ഒരു അമലും റഹ്മാനായ റബ്ബ് സ്വീകരിക്കില്ല. അള്ളാഹുവിന് പരിശുദ്ധമായത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. അള്ളാഹു വെച്ച മാനദണ്ഡങ്ങൾ പാലിച്ചത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ അല്പകാലത്തെ വളരെ ചിട്ടയോടുകൂടി ക്രമീകരിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ ശരിയാവണ്ണം ഉൾക്കൊണ്ട് മനസ്സറിഞ്ഞ് തഖ്വയോട് കൂടി ഉൾക്കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനുകളായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ദുനിയാവിന്റെ അതിപ്രസരത്തിൽ നിന്ന് എന്റെ മരണത്തെ യഥാർത്ഥ ബോധത്തോടു കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരണാനന്തരമുള്ള ജീവിതം ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള വഴിയായി റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ സന്തോഷത്തോടു കൂടി നോക്കിയിരിക്കെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവരൊക്കെ ഖബറിലാണ്. റഹ്മാനായ റബ്ബ് അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين.